ഡോക്ടർ എസ് ലാൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ ലാൽ, ഇപ്പോൾ വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ ഈ രാത്രി സമയമായപ്പോൾ കാഷ്വാലിറ്റിയിലും ഡ്രസ്സിംഗ് റൂമിലും കറണ്ട് ഇല്ല. അപ്പം ഒരു കുഞ്ഞിനെ തലയ്ക്ക് പരിക്ക് പറ്റി കൊണ്ടുവന്നതാണ്. അപ്പം സ്റ്റിച്ച് ഇട്ടത് 2 മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചാണ്. ഇത് എത്രത്തോളം അനാരോഗ്യകരമാണ് ശരിക്കും? ഇത് വളരെ ദുഃഖകരമാണ്. ഈ വൈക്കം എന്ന് പറയുന്ന ഒരു ആശുപത്രി നമ്മൾ പറയില്ലേ, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്, മഞ്ഞുകട്ടയുടെ അറ്റമാണ്. കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിൽ എന്തെങ്കിലുമൊക്കെ പരാധീനതകളുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും വളരെ ബുദ്ധിമുട്ടാണ് രോഗികളെ ചികിത്സിക്കാനാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കട്ടിൽ 2 രോഗികൾ കിടക്കാന്ന് പറയാൻ വിശ്വസിക്കാൻ കഴിയും. ഒരു കട്ടിൽ 1000 രോഗിയുണ്ട്. അപ്പൊ അത് ആരോഗ്യരംഗത്ത് മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പരാധീനതകളും ഉണ്ട്. ഈ സർക്കാരിന് അതിനകത്ത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമല്ല. കോവിഡ് കാലത്ത് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1200 അഡീഷണൽ സ്റ്റാഫിനെ ചോദിച്ചിട്ട് ഒരാളെ കൊടുക്കാത്തൊരു സർക്കാരാണ്. അപ്പൊ അത് അവർക്ക് ഈ ആരോഗ്യരംഗത്ത് മൊത്തത്തിൽ തകർച്ചയ്ക്ക് കാരണം ഈ സർക്കാർ അതിനകത്ത് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടും മാത്രമല്ല ഈ ആരോഗ്യമന്ത്രിമാരുടെ ഒന്നാം ഷോയായിട്ട് വകുപ്പിനെ മാറ്റിക്കോളാം. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ആരോഗ്യവകുപ്പിന്റെ അധികാരി. നമ്മള് പുതിയ ഇതെടുത്ത് നോക്കണം. ഏറ്റവും പുതിയ ആരോഗ്യ ബില്ലും പൊതുജനാരോഗ്യ ബില്ല് അതിനകത്തും പറയുന്നുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ആരോഗ്യവകുപ്പിന്റെ അധികാരി. നിങ്ങൾക്ക് ആർക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർ പേരെങ്കിലും അറിയാവോ? ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരും ഒരു സംഘം ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർമാരും കൂടെ മനോഹരമായി ഓടിച്ചുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെന്റാണ്. അവർ എല്ലാവരും അധികാരം ഏറ്റെടുത്തിട്ട് മന്ത്രിമാർക്ക് ഉദ്ഘാടനം നടത്താനും മറ്റേ രോഗങ്ങൾ വരുമ്പോൾ സിനിമ എടുക്കാനുള്ള വകുപ്പായിട്ട് മാറ്റിക്കളഞ്ഞതിന്റെ ദുരന്തമാണ് അനുഭവിക്കുന്നത്. ഇത് വൈക്കത്തിലെ പലയിടത്തും നടക്കുന്നുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരൊക്കെ വളരെ അസംതൃപ്തരാണ്. ഞാൻ 40 വർഷമായിട്ട് ആരോഗ്യരംഗം നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. ഇവരുടെ ഗവൺമെന്റുമായിട്ട് അനുഭവമുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ അസ്വസ്ഥരാണ്. ആശുപത്രികൾ ഇത്രയും ഒന്നാമത് ആശുപത്രികൾക്ക് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ട് ബജറ്റ് നീക്കിയിരിപ്പ് കൂട്ടിയിട്ടില്ല. എത്രയോ വർഷമായിട്ട് പറഞ്ഞിട്ട് അതിനകത്ത് കാര്യമായി സംഭവിക്കുന്നില്ല. പിന്നെ ഉള്ള പണത്തിന്റെ ദുരുപയോഗവും കാര്യമായി നടക്കുക. എല്ലാം കൂടെ ചേർന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ ദുഃഖകരമാണ്. ഒരു കുട്ടിക്ക് തലപൊട്ടി ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ സ്ഥിരമായി ജോലി ചെയ്തു വരുന്ന ആൾ കൂടിയാണ്. അതായത് ഈ മൊബൈൽ വെട്ടത്തിൽ തലയ്ക്ക് സ്റ്റിച്ച് ഇടുക എന്നൊക്കെ പറയുന്നത്, തലയ്ക്ക് തുന്നലിടുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അപകടകരമാണ്? ഒപ്പം തന്നെ ഇത് എങ്ങനെ നമ്മൾ ഇവിടെ ആർക്കെതിരെ നടപടിയെടുക്കും? മൊബൈൽ വെട്ടത്തിൽ ഈ പരിശോധന അല്ലെങ്കിൽ തുന്നലിട്ടിട്ടുള്ള ഡോക്ടർക്കെതിരെയാണോ, അറ്റൻഡർക്കെതിരെയാണോ, ആശുപത്രി മറ്റാർക്കെതിരെയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെയാണ്. അതിനപ്പുറത്തേക്ക് ഈ കുഞ്ഞിന്റെ ഒരു ആരോഗ്യം വെച്ചുള്ള കളി കൂടിയല്ലേ ഇത്? എങ്ങനെയാണ് ഈ മൊബൈൽ വെട്ടത്തിൽ തുന്നലിടാൻ സാധിക്കുക? തീർച്ചയായിട്ടും വളരെ റിസ്ക് ആണ്. പക്ഷെ അന്ന് ആലോചിച്ചോണം, വരുമ്പോ ഡോക്ടർമാരോ നഴ്സുമാരോ ചെയ്തില്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർ ഒരുപക്ഷെ ആക്രമിക്കപ്പെടും. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ ആ വെളിച്ചത്തിലെങ്കിലും ഒരു കുട്ടിയെ സഹായിക്കാൻ നോക്കിയവരെ ആ ഡോക്ടർമാരെയും മറ്റ് സ്റ്റാഫിനെ അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷേ ഇത്തരം ഭൗതിക സാഹചര്യങ്ങൾ കേരളത്തിലെ ആശുപത്രി ഇല്ലാത്തതിന് ഒരാൾക്ക് പിന്മാറാൻ കഴിയില്ല. ആരോഗ്യവകുപ്പിന് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അത് കേരള ആരോഗ്യരംഗത്ത് എല്ലാത്തിലും നമ്പർ 1 എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അത് നടക്കാമെന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിന് തന്നെയാണ്. ഇത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നല്ല കാര്യം വരുമ്പോൾ അവരുടെ പേരിൽ സിനിമ എടുക്കുന്ന മന്ത്രിമാരുള്ള നാട്ടില് ഒരു ആശുപത്രിയിൽ മൊബൈൽ വെളിച്ചത്തിൽ, നാളെ ഇനി മണ്ണെണ്ണ വെളിച്ചത്തിലായിരിക്കും, അങ്ങനെ ഒരു കുട്ടിയുടെ തലയിൽ തുന്നിടണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കണം. 2 രോഗികൾ രക്ഷപ്പെടുമ്പോൾ അതിന്റെ പേരിൽ സിനിമ ഇറക്കുകയാണ് ഇവിടെ മന്ത്രിയെ സഹായിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്തരം പരാധീനതകൾക്ക് ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി. ഞാൻ വേദനയോടെ പറയുകയാണ്. കാരണം കേരള ആരോഗ്യവകുപ്പ് 40 വർഷമായിട്ട് തുടർന്നതാണ്, വിദ്യാർത്ഥി കാലം തൊട്ട്. ഇത്രയും തകർന്ന് ഇത്രയും താല്പര്യമില്ലാത്ത ആരോഗ്യവകുപ്പിനെ വളരെ നിരുത്സാഹപ്പെടുത്തുന്നത്. പക്ഷേ ഇത് സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കാനാണോ അല്ലെങ്കിൽ മറ്റിടപാടുകളാണോ സംശയിക്കേണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം പറയും. എന്തിനാ വൈക്കത്ത് പോകണം? ഞാൻ തിരുവനന്തപുരം ജീവിക്കുന്ന ആളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ വെന്റിലേറ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ മന്ത്രി വന്ന രോഗികൾ കൂടുതലാണ്. രോഗികൾ കൂടുമ്പോൾ വെന്റിലേറ്റർ കൂടണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിലേക്ക് പോകണം. ആരോഗ്യം ഭരിക്കാൻ അറിയില്ലെങ്കിൽ മന്ത്രിക്ക് ഇതിനകത്ത് പ്രധാന ഉത്തരവാദിത്തമുണ്ട്. CPM-നും ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്. തിരുവനന്തപുരത്ത് സാധാരണ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 3-4 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ആളാണ്. എനിക്ക് അപകടം പറ്റിയാൽ ഇല്ല വെന്റിലേറ്റർ. ഞാൻ ഇവിടെ പഠിച്ചതാണ്. അതാണ് അവസ്ഥ. മുഖ്യമന്ത്രി പറഞ്ഞാൽ കൊടുക്കാൻ വെന്റിലേറ്റർ ഇല്ല. ഡോക്ടർമാർ എന്ത് ചെയ്യും? ഇതിന്റെ പഴി മുഴുവൻ കേൾക്കുന്നത് അത് ഭരിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രി നടത്തുന്ന ഡോക്ടർമാരാണ്. എന്നും എന്റെ ബന്ധു കിടക്കുന്ന ആശുപത്രിയിൽ കട്ടിലില്ല. ഡോക്ടർ എസ് ലാൽ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്.